ശരത്, നമുക്കറിയാം 22 മാസത്തിന് മുകളിലായി ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ നടക്കുകയായിരുന്നു. അത് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ ലക്ഷ്യം വെച്ച് ഇറാന്റെ പ്രോക്സികളെല്ലാം ലക്ഷ്യം വെച്ചായിരുന്നു. അതിൽ ഏറെക്കുറയും 99% ഇസ്രായേൽ അവരുടെ വിജയം കൈവരിച്ചിരുന്നു. ഹൂത്തികളെ അടിച്ചമർത്തുന്നതിലും ഹിസ്ബുള്ളയുടെ അഡ്രസ് ഇല്ലാതാക്കുന്നതിനും ഏറ്റവും ഒടുക്കം ഹമാസ് മാത്രമാണ് പിടിച്ചു നിന്നിരുന്നത്. ഹമാസിന് മേൽ പൂർണ്ണ ആധിപത്യം, അതായത് ഗസ വളഞ്ഞ് ഗസ സെറ്റി ഇസ്രായേലിന്റെ കീഴിലാക്കാനും അവിടെ ഇസ്രായേൽ മിലിറ്ററി ഭരണം സ്ഥാപിക്കാനും പൂർണ്ണമായും അർത്ഥത്തിൽ അതിൻ്റെ ശ്രമങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇനിയൊരു രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് ഹമാസ് ഏറ്റവും ഒടുക്കം ഈജിപ്തും ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങളുമായി നടത്തിയിരുന്ന സന്ധി ചർച്ചകളിൽ ഏറ്റവും ഒടുക്കം ഞങ്ങൾ കീഴടങ്ങാൻ അല്ലെങ്കിൽ ഏറ്റവും ഒടുക്കം വെടിനിർത്തലിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 60 ദിവസത്തേക്കിനുള്ള വെടിനിർത്തലിനാണ് ഇപ്പോൾ അവർ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ അന്ത്യമാണ്. അവർ ആയുധം താഴെ വെച്ച് മര്യാദയ്ക്ക് നിൽക്കണം എന്നുള്ളതാണ്. അതിന് പക്ഷേ ഹമാസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മാത്രമല്ല ബന്ദി വിമോചനം അടക്കമുള്ള കാര്യങ്ങൾ കാരണം ഇനിയുള്ള 10-50 മുകളിലുള്ള ബന്ദികളിൽ പകുതിയിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആ സാഹചര്യത്തിൽ ഇവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങളും തിരിച്ചു എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കേണ്ടി വരും. പക്ഷേ ഗസയിൽ ഹമാസിന് ഇനി നിൽക്കക്കളിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, തോന്നല്ലേ? അതെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്ന വാർത്തകളെല്ലാം തന്നെ ഈ ഹമാസിനെതിരായിട്ടുള്ളതായിരുന്നു. അതായത് ചരിത്രപരമായിട്ടുള്ള നീക്കം, അതായത് തുടക്കം മുതൽ തന്നെ നെതന്യാഹുവിന് ഒരൊറ്റ സ്റ്റാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, ഗാസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഹമാസിന്റെ ഉന്മൂലനം. അത് മാത്രമേ ഉള്ളൊരു അജണ്ടയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതില്ലാതെ ആയുധം താഴെ വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആദ്യം ഒക്ടോബർ 7 ആക്രമണത്തിന് പിറ്റായിരുന്നു നടത്തിയ ആ പ്രഖ്യാപനം ഇതുവരെയും കഴിഞ്ഞ ദിവസം വരെയും അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുന്നില്ല. ഇതിനിടയിൽ ഐക്യരാഷ്ട്ര സംഘടന അതുപോലെ സമാധാനവാദികളെല്ലാം ഇടപെട്ടിട്ട് പോലും അവിടെ നിന്ന് നെതന്യാഹു തെല്ലിട നീങ്ങിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ വലിയ നീക്കത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നുണ്ട്. അതായത് ഗാസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിലെ 8 ലക്ഷത്തോളം ആളുകളെ സുഡാനിലേക്ക് മാറ്റി പാർപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് സുഡാനും അത് അംഗീകരിക്കുന്നു. അതായത് അതുവഴി പട്ടിണി രാജ്യം എന്നറിയപ്പെടുന്ന സുഡാനിൽ ഒരുപക്ഷെ ഈ ഫണ്ടിങ്ങിലൂടെ എല്ലാം തന്നെ ആ രാജ്യത്തിലെ പട്ടിണി മാറും, അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുമെന്നുള്ള രീതികളുകൊണ്ട് അവരും അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം പെട്ടപ്പം സ്വാഭാവികമായിട്ടും ഗാസയിലെ ആളുകൾക്ക് വേണ്ടത് സമാധാനമായിട്ട് തുടങ്ങണം, നിത്യമായിട്ട് എന്തെങ്കിലും ഒരു ദിവസം തള്ളി നീക്കാനുള്ള ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, ഈ ഒരു രീതിയിലാണ് അവരുടെ മനസ്സുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഗാസ ഈ ജനത ഹമാസിനെതിരായിട്ട് തിരിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയും ഹമാസിനെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ജനത അവിടെ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിന്റെ ആ ഒരു ഓഫർ ചിലപ്പോൾ ഏറ്റെടുത്താലും അത്ഭുതമില്ല. അത് മനസ്സിലായിട്ടെന്നോണമായിരിക്കും ഇപ്പോൾ ഹമാസ് ഈ രീതിയിലുള്ള ചർച്ചകളിൽ സമാധാനം തേടിയുള്ള ഇതിലേക്ക് വന്നത്. മാത്രമല്ല ഹമാസിനകത്ത് വീണ്ടും ഒരു ബിസിനസ് കാണുന്നതായിരിക്കും. അതായത് സുഡാനിൽ അവരുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ പലത് കാണുമായിരിക്കും. ഇപ്പോൾ ഗാസയെ നരകിപ്പിച്ചതുപോലെ തന്നെ അവിടെ ചിലപ്പോൾ അവർക്ക് വേണ്ടത് കച്ചവടം അല്ലെങ്കിൽ നേരത്തെ പറയുമ്പോൾ തന്നെ ഭക്ഷണം വിറ്റ് അവരെ ആളുകളെ വരുതിയിലാക്കുക, അതൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ ദിവസം ഗാസയിൽ ഓരോ ആളോ ഒരു 100ഓളം ആളുകളാണ് അവരുടെ വരുതിയിലായിക്കൊണ്ട് പല രീതിയിലുമായിരിക്കും അവരെ ക്ഷണിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ഇപ്പൊ നേരത്തെ പറയാം ജൂതന്മാരുടെ വിരുദ്ധ കഥകൾ പ്രചരിപ്പിച്ചും ഇപ്പം റേഡിയോകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതുവഴിയൊക്കെ ഈ ജൂതവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും സ്കൂളുകളിൽ പോലും ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാണ് അവരെങ്ങനെ കൈകളിലെടുത്ത് ഇപ്പോൾ ഭക്ഷണം നൽകിയത്. ഹമാസിന്റെ ചാപ്റ്ററിൽ ഇസ്രായേലിന്റെ ജൂതന്മാരുടെ അന്ത്യമായി കാണിക്കുന്നത്. ആ രീതിയിൽ പ്രധാന പ്രശ്നം വരുന്നത് ഈ ബന്ദി കൈമാറ്റം എന്നതിനേക്കാളൊക്കെ ഉപരിയായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇറാന്റെ ഭാഗത്തു നിന്നും, നമുക്കറിയാം ഇറാന്റെ പ്രോക്സികളാണ് ഇതെല്ലാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ ആയിക്കൊള്ളട്ടെ, അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമനേയുടെ മുഖ്യ സൈനിക ഉപദേഷ്ടാവ് ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും തന്നെ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ പോകുകയാണ് തങ്ങൾ എന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ സയനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കുമെന്നും ഹിറ്റ്ലറിന്റെ 21ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലറായ ഈ നെതന്യാഹുവിനെ തീർത്ത് കളയും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇവിടുന്ന് പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാന് ഏതെങ്കിലും ഘട്ടത്തിൽ, കാര്യം ഇറാൻ ഇതാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അന്ത്യത്തിനായി. അതാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവരിവിടെ ഒരു ഭീഷണി മുഴക്കുകയും അടുത്ത യുദ്ധത്തിനായി ഞങ്ങൾ കോപ്പ് കൂട്ടുകയാണെന്നും രാജ്യം ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും ഞങ്ങൾ സജ്ജരാണെന്നും ഇറാൻ പറയുമ്പോൾ അത് സത്യത്തിൽ ഹമാസ് അപ്പുറത്ത് വെടിനിർത്തലിന് സന്നദ്ധമാകുമ്പോൾ
തീർച്ചയായിട്ടും ഇറാൻ മറ്റെന്തോ കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ ആയുധം, അതായത് ഇസ്രായേൽ പറയുന്ന രീതിയിൽ ആയുധം താഴെ വെക്കാൻ ഇവർ സന്നദ്ധരാവുന്നില്ല. അതായത് അന്താരാഷ്ട്ര ഏജൻസികളുടെ അല്ലെങ്കിൽ യു എൻ ഒക്കെ ഹമാസിനാൽ കീഴ്പ്പെട്ടു പോയൊരു സംഘടനയാണ്. അപ്പം UN-ന്റെ കീഴിൽ അവരുടെ നേതൃത്വത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാമെന്നും അതുപോലെ തന്നെ പ്രദേശത്ത് ഒരു അറബ് സേനയെ വിന്യസിക്കാമെന്നും ഒക്കെ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ മറ്റൊരു പേരിൽ, അതായത് ഇത് അപ്പു ഇത് ഇന്നയാളെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ മറ്റൊരു രൂപത്തിൽ അവിടെ അവതരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പടപ്പുകളിലൊന്നും അവർ വീഴും എന്ന് വിശ്വസിക്കേണ്ടതില്ല. എത്രയെന്ന് ഒന്നാലോചിച്ച് നോക്കൂ ശരത്, ഇത്രയും അധികം പ്രഷർ, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുന്ന, അതായത് ഹമാസിന്റെ നുണ ഫാക്ടറികളിൽ നിന്ന് ഇറക്കി വിടുന്ന മാൽന്യൂട്രീഷനുള്ള കുട്ടികളുടെ കള്ളക്കഥകൾ, അവർക്ക് മറ്റെന്തെങ്കിലും ജനിതക രോഗങ്ങളായിരിക്കെ അത്തരമുള്ള കള്ളക്കഥകൾ അടിച്ചുവിട്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുക അവിടെ ഭക്ഷണമില്ല എന്നുള്ള കള്ളക്കഥകൾ അടിച്ചുവിട്ട് അത് കൃത്രിമമായി ചിത്രീകരിക്കുന്ന ഹമാസിന്റെ നുണ ഫാക്ടറികളിൽ വീണുപോയ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇത്രയും അധികം പ്രഷർ നെതന്യാഹുവിന് കൊടുക്കുമ്പോഴും ഇല്ല, ജൂതന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കണം, അതായത് തിരുവനന്തപുരം ജില്ലയുടെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യത്തിനും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അവർ അവർ പുറമായ അർത്ഥത്തിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അവർക്ക് എന്തെങ്കിലും ബന്ധികളെ ആവശ്യമാണ്. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സൈനികരെ തിരികെ കിട്ടാനുള്ളൊരു തന്ത്രം കൂടിയായിരിക്കാം. കാര്യം ഒരു ബന്ധിയെ തിരിച്ചു കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീനിലുള്ള ഹമാസിന്റെ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. അപ്പോൾ സൈനിക ബലം കുറഞ്ഞ് ഇവരെ വിട്ടുകിട്ടാനുള്ള അടുത്ത ഘട്ടത്തിലുള്ള പരിപാടികളാണോ ഇതെന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഗസയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ഗസയിൽ സമാധാനം ഉണ്ടാവില്ല. ഗസയുടെ ജനതയുടെ ജീവിതം അത് നരകയാതന കൊണ്ട് പുളയുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇസ്രായേൽ എന്തായാലും പിന്നോട്ടടിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.